സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ ആരിലും ആരാധ്യൻ നീ രാജാതി രാജാവ് നീ ആരിലും ആരാധ്യൻ നീ രാജാതി രാജാവ് നീ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ ആരിലും ആരാധ്യനായ യേശുവിനെ രാജാതി രാജാവായ യേശുവിനെ ഓ രാജാതി രാജാവ് നീ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ ആമേൻ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിനെ ഹല്ലേലൂയ 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 സ്തുതി രാജാവിന് എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ ചെന്നപാടിയേ എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിന് ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിന് പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ മരവിടവും എന്റെ ഉപവിധിയും നീ മാത്രമെന്റെ യേശുവേ പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ മരവിടവും എന്റെ ഉപവിധിയും നീ മാത്രമെന്റെ യേശുവേ ആമേൻ പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ മരവിടവും എന്റെ ഉപവിധിയും നീ മാത്രമെന്റെ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന് ഇറങ്ങി വരുന്നത് ദേവാദിദേവനാണ്. ഈ 2000 അല്ലെങ്കിൽ ഞാൻ മിനിസ്ട്രി തുടങ്ങിയത് 2001 തുടങ്ങിയാണ്. ചെറുതായിട്ട് 2001 തുടങ്ങി. 2001 തുടങ്ങി മിനിസ്ട്രി തുടങ്ങിയതിനകത്ത് 2024 വരെയും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടും. അതൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒത്തിരി ദൈവാസന്മാരുണ്ട്, ഒത്തിരി ദൈവമക്കളുണ്ട്. പക്ഷേ ഈ 2025 ദൈവം എന്നോട് പറഞ്ഞു, ഈ എഴുതിയിടുന്നതിനേക്കാൾ വലിപ്പമാണ് ഞാൻ എന്നുള്ളത്. മഹത്വം കണ്ട ഒരാൾക്ക് പ്രാർത്ഥനാ വിഷയം കാണത്തില്ല. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എൻ്റെ 2025 എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നാമത്തെ വിഷയം അതാ. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായിട്ടായി ഹോളി വന്നെങ്കിൽ അത് നടക്കാം. അറിയാം, പ്രാർത്ഥനയ്ക്ക് 3 തലങ്ങളാണ് ഉള്ളത്. ഒന്നിൽ സഡൻ അതിന് മാറ്റം വരും. 2
ഒരു പക്ഷേ ദൈവം പറയും വെയിറ്റ് ചെയ്യാൻ പറയും. 3, ദൈവം പറയും എനിക്ക് അതിനെക്കുറിച്ച് മറ്റൊരു പദ്ധതിയുണ്ട്. ഒരിക്കലും നോ എന്ന് ദൈവം പറയത്തില്ല. പക്ഷെ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകത്തോണ്ട് നമ്മൾ പറയും ഈ ഉപവാസത്തിൽ നടക്കും. അവസാനം ഉച്ചയാകുമ്പോഴത്തേക്ക് നടക്കാതെ വരുമ്പോഴത്തേക്ക് ദൈവത്തിന് കുറ്റമാകും, പാസ്റ്ററിന് കുറ്റമാകും. അവസാനം നിങ്ങളുടെ ഉപവാസം തീരും, നിങ്ങളുടെ പ്രാർത്ഥന തിരികെ എന്തിനാ ഈ ദൈവത്തെ വിളിക്കുന്നതെന്ന് ചോദിക്കും. ശത്രു നിങ്ങൾ പോകുന്ന വഴി ചോദിക്കും നീ എന്തിനാ പോയത്. പക്ഷെ ദാവീദ് പറയുന്ന ആഴമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന, ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ അപേക്ഷ, ഒന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ മനോഹരത്വം കാണണം, നിൻ്റെ മഹത്വം കാണണം. എൻ്റെ ആയുസ് മുഴുവൻ നിൻ്റെ മഹത്വത്തിൽ ജീവിക്കണം. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? നിങ്ങൾ തളർന്നു പോകുന്നത് എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂമിൽ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, നിങ്ങൾ ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വഴി അടയ്ക്കുന്ന ശത്രു തോറ്റുപോകും. നിങ്ങളോട് പ്രാർത്ഥനാ വിഷയം പറയുന്ന പിശാച് തോറ്റുപോകും. കാരണം നീ പറയുന്നു ഞാൻ അവനെ അനുഭവിച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരും മുമ്പേ നിന്നുകൊണ്ട് ഒരു ഉയർന്ന തലം പറയും, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലം. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് ഈ 2025 റോയ് പാസ് അറിയാം. ഒത്തിരി വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്, പാസ് അതെന്തുവായി ഇതെന്തുവായി. ഞാൻ എല്ലാം പറയും. അറിയേണ്ടവനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, അവനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സഭാ നിലയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇന്ന് പകലും അറിയാം തിരിച്ചിറങ്ങുമ്പം സന്തോഷത്തോടെ ഞാൻ ഇറങ്ങുന്നത്, കാരണം ഞാൻ അവൻ്റെ മഹത്വം അനുഭവിച്ചിട്ട് ഇറങ്ങുന്നത്. ഒന്ന് വിശ്വസിക്കുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന വിഷയമല്ല, അറിയാം ഞാൻ എൻ്റെ മഹത്വം കാണുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു തലം നിങ്ങളോട് വിളിച്ചു പറയാം. ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ് മഹത്വത്തിൻ്റെ തലം. ആ ദൈവത്തെ നീ ഏത് സമയവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ടെൻഷൻ വരത്തില്ല. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് ആവശ്യം വരത്തില്ല. നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ അപ്പൻ അത് ചെയ്തിരിക്കും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് സഭ ഒരുമിച്ച് ഓൺലൈൻ ഒരുമിച്ച് ഈ വർഷം ദൈവത്തെ ഞാൻ മുന്നിൽ നിർത്തുകയാണ്. ദാവീദാണ് ഈ തലങ്ങൾ മുഴുവൻ തുറക്കുന്നത് കേട്ടോ. ആരാധിച്ചവനെ ഈ തലങ്ങൾ അനുഭവിക്കത്തോളൂ. ദാവീദ് പറഞ്ഞു, യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് കുലുങ്ങത്തില്ല. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാമോ? എൻ്റെ മുമ്പിൽ എൻ്റെ വിഷയങ്ങളല്ല, എൻ്റെ കടബാധ്യത, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഇതൊന്നുമല്ല. ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വരും. ദാവീദ് പറയാ, നന്മയും കരുണയും പുറകെ വരും. നീ അതിനകത്തോട്ട് പോകണ്ട, നിൻ്റെ മുമ്പിൽ ദൈവത്തെ നിർത്തിയാൽ മതി. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും. ഇന്ന് CRM രഹസ്യം തിരിച്ചറിയുന്നു. ഈ ദിവസങ്ങളെല്ലാം ഇതേപോലുള്ള കാര്യങ്ങളെ പ്രസംഗിക്കുന്നത്. റോയ് പാസിന് ഒരു ഡയറി പ്രാർത്ഥനാ വിഷയമായിട്ടില്ല. എൻ്റെ മുഴുവൻ ഡയറിയും മഹത്വമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. 2024 വരെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ ഒരു സൈഡിൽ വെച്ചു. കർത്താവ് പറഞ്ഞു, കർത്താവ് മുഴുവൻ സമയം നിന്നെ അനുഭവിക്കണം. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാന്നിധ്യത്തിനകത്തൊന്ന് നിന്നുകൊണ്ട് അറിയ കർത്താവെ നിന്റെ മഹത്വം എന്നൊന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി. ഈ സമയത്ത് സാക്ഷ്യം പറയാൻ 2 പേര് അറിയാം, അല്ലെങ്കിൽ മാക്സിമം 3 ഓടി പറയുന്നത് ഓർപ്പിക്കുന്നു. ഈ പറയാൻ വരുന്നവർ 2 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. ഒരാൾ മാറി ഇവനെ പോലെ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്. വാടക കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു, ആഹാരത്തിന് നിവർത്തിയില്ലായിരുന്നു, മീൻ മേടിക്കാൻ പോലും നിവർത്തിയില്ലായിരുന്നു. കർത്താവ് അതെല്ലാം തന്നു. ഈ 2025 എനിക്ക് പുതിയൊരു വർക്ക് എടുക്കുവാൻ ദൈവം തന്നു. അതിൻ്റെ പണി തീർത്ത് അതിൻ്റെ തട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. അത് ഈ ആഴ്ച ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോയി പൊളിക്കുവാൻ ദൈവം സഹായിച്ചു. എനിക്കിതിലൊരു ക്ലെയിമിൻ്റെ പൈസ അനുവദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, ദൈവമേ എനിക്ക് 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 50,000 രൂപ കൊടുക്കാമെന്ന്. എനിക്ക് 3,70,75,000 കിട്ടി. 75,000 ഞാൻ ചർച്ചിന് കൊടുത്തു. നിങ്ങൾ ഈ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കൊടുത്താൽ ദൈവം അതിൻ്റെ 100 ഇരട്ടി തിരിച്ചു തരും. ഉയർത്തിപ്പിടിച്ചു. എനിക്ക് 29-ാം തീയതി കേസായിരുന്നു. ഞാൻ ദേവദാസനെ വിളിച്ചു പറഞ്ഞു,
എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു കേസുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല, ബ്രദറെ ആരാധനയ്ക്ക് വരും, വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വക്കീൽ പറഞ്ഞു 31-ാം തീയതിയാണ് കേസെന്ന്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ജീവിതം മാർഗം വഴിയടഞ്ഞെടുത്ത് ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചെടുത്തുന്ന ഇന്ന് സ്വന്തമായ വാതിലുകൾ തുറന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച്, ഒന്ന് ആത്മാവിൽ അങ്ങ് പുറകെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. കൊല്ല സഭയ്ക്ക് വേണ്ടി 75,000 രൂപ തന്ന മനുഷ്യനാ ഈ നിൽക്കുന്നത്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. തൻ്റെ ക്ലെയിമിനകത്ത് കിട്ടിയത് പ്രാർത്ഥിച്ചത് 3 ലക്ഷമാണ്. ദൈവം 3.25 ലക്ഷം രൂപ കൊടുത്തു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും. താൻ ഈ കഴിഞ്ഞ ഉപവാസത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥന വിഷയം പറഞ്ഞ ഗ്ലോറി അത് കൊണ്ടുപോയി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് നന്ദി പറഞ്ഞു. പിന്നെ എനിക്ക് ശക്തമായ ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു, തോള് വേദന ഉണ്ടായിരുന്നു. ഈ തോന അധിക സമയം ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്നാണത് മാറിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാറിയെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദേവദാസം വന്ന് എൻ്റെ പേഴ്സ് തരാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. അന്ന് 10 രൂപ ഉള്ളായിരുന്നു. പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ പേഴ്സിൽ, നിങ്ങൾ പാസ്റ്റർ പൈസ തന്നിട്ടൊന്നുമല്ല ഞാൻ പറയണത്, എൻ്റെ പേഴ്സിൽ ഇത് ആവശ്യമുള്ള പൈസ. ഒന്ന് കരവടിക്കാൻ പറ്റുമെങ്കിൽ ആ വാതിലൊന്ന് അടച്ചേക്കണേ. അസൂയയില്ലാത്തവരൊന്ന് കരവടിച്ചേ. നിങ്ങൾ കൊടുത്ത, എനിക്ക് ഒരു ദിവസം 110 രൂപ എൻ്റെ ഉള്ളായിരുന്നു. ഞാൻ 100 രൂപ കൊടുത്ത് 10 രൂപയും കൊണ്ടുപോയി. ആ ആഴ്ച മൊത്തം എനിക്ക് പണി കിട്ടി. 1000 രൂപ വെച്ച് അവർ തരുവളായിരുന്നു എനിക്ക് ആദ്യം. അവർ 1250 എടുക്കും, എനിക്ക് 1000 വെച്ച് തരും. ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് 1100 ആക്കി, പിന്നെ 1200 ആക്കി. ഞാൻ ചിലപ്പോൾ 500 രൂപ അതിനകത്ത് ഇടും, ചിലപ്പോൾ 200 ഇടും. ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പാസ്റ്ററെ കൊടുക്കും, ഞാനങ്ങ് പോകും. പക്ഷെ കർത്താവ് എനിക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ മീനോ ആഹാരത്തിനോ ഒന്നിനും ഒരു മുട്ടുമില്ല. സമർത്ഥമായി അനുഗ്രഹിച്ചു. 2019 തൊട്ട് 2023 ഒരു 2 ലക്ഷം രൂപ ഉണ്ടായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ എൻ്റെ കൂട്ടത്തില്ല. ഇപ്പം SBIയിൽ അക്കൗണ്ട് തുടങ്ങി, കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. ഇനി എവിടെയൊക്കെ ബാങ്ക് ഉണ്ട് എല്ലായിടത്തും അക്കൗണ്ട് തുടങ്ങി. ഇനിയുള്ള സാക്ഷ്യങ്ങൾ അടുത്ത് ഇനിയും പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, കർത്താവ് ചിലവരെ മാനിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ മകൻ ഇത്രയും കോൺട്രാക്ട് കൊണ്ടിട്ടും ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ റൂം എടുത്ത് അറ്റൻഡ് ചെയ്തു. കർത്താവിന് നന്ദി പറഞ്ഞ ഈ സാക്ഷ്യം അറിയാം, കേൾക്കേണ്ട സാക്ഷ്യമാണ്. സിസ്റ്ററിൻ്റെ സാക്ഷ്യം പറഞ്ഞത് അവരുടെ മാത്രമേ പറയാവൂ, പിന്നെ പറയാം വേണമെങ്കിൽ. ഹല്ലേലൂയ. ചുരുക്കം വാക്യം പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞ ഒറ്റ വാക്യത്തിൽ വേഗത്തിലൊക്കെ പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. കാരണം ഇവിടെ വന്നതല്ല, ഞാൻ ഫസ്റ്റ് തന്നെ വന്നത് തൃശ്ശൂർ സഭയിലാണ്. ആ വന്ന അന്ന് മുതൽ ഇവിടം വരെ വന്നത് ഈ സമയം വരെ എനിക്ക് ദൈവത്തിൻ്റെ കൃപകൾ മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതിൽ എൻ്റെ ഇല്ലായ്മയോ വല്ലായ്മയോ ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ അപ്പം തന്നതാണ് എന്നെ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ബൈബിൾ വായിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ബൈബിൾ എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ ഇവർ പറയുന്ന ഈ പാസ്റ്റർമാർ പറയുന്ന വചന കേൾക്കുന്നത്. ആ വചനം കേൾക്കുമ്പോൾ ഷിബു പാസ്റ്ററിൻ്റെ പറയുന്നുണ്ട്, ജോബി ജോൺസൺ പാസ്റ്റർ, ഡോയ് പാസ്റ്റർ, കൃപാ സിസ്റ്റർ, അവരെ മക്കൾ മോൻ പാടുന്ന പാട്ട് വരെ അത് മുഴുവൻ ഞാൻ ആസ്വദിച്ചുകൊണ്ടായിരിക്കുന്നത്. അതൊക്കെ എൻ്റെ അപ്പം തന്ന കഴിവാണ്. ആ കഴിവിനെ എനിക്ക് പറഞ്ഞാലും മതി വരില്ല. പിന്നെ ഇവിടെ വന്നതിൻ്റെ പേരിലാണ് ഞാൻ ലാസ്റ്റ് എത്തിപ്പെടുന്നത് മെൻ്റൽ ഹോസ്പിറ്റലിൽ. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കണ്ടാൽ ഞാൻ ഓടിപ്പോയിരുന്നു. ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം തൊട്ടടുത്തായിട്ട് ഒരു 10-13 രൂപ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒത്തിരി പേഷ്യൻറ്റിനെ സൗഖ്യമാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരെ ഞാൻ കണ്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാണ് വന്നത്? പേര് രാഹുൽ എന്നാണ്. അപ്പം എന്നോട് ചേച്ചി എനിക്ക് മാനസികമായ ഡിപ്രഷനാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡിപ്രഷൻ തന്നെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. അന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഒക്കെ പിരിഞ്ഞേക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ ചുരുക്കമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് എൻ്റെ വൈഫ് ഞാൻ പിരിഞ്ഞിരിക്കുക ചേച്ചി 1.5 വർഷമാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്നേരം പറഞ്ഞു, എപ്പോഴും പിന്നെയാണ് പറയുന്നത് ചേച്ചി അത്രയും വർഷം. ഞാൻ വിചാരിച്ച ഒരു മാസത്തെങ്ങാണ്ടും പിണക്കൊക്കെ ആയിരിക്കുന്നു. എന്നിട്ട് ഇത്രയും എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ഒത്തിരി ഭയങ്കര ഡിപ്രഷനായിട്ട് ഇവർ 2 പേരുണ്ട്, അളിയനുണ്ട് വേറൊരാളും കൂടി. 2 പേര്, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരും ഇതേപോലെ വന്നിരിക്കുന്നതാണ്. ഈ 2 പേരോട് ഞാൻ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് ചേച്ചിയായി ഞങ്ങൾ ഓടിയ ഓട്ടം ഒത്തിരി ഓടിയിട്ടുണ്ട്, പല ദൈവങ്ങളെടുത്ത് പോയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഒത്തിരി അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ചേച്ചി പറയുന്ന ഈ ദൈവത്തിനെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ മാറിപ്പോയ രോഗികൾ പോലും എന്നെ വിളിച്ചിട്ടില്ല.
അപ്പോൾ പിന്നെ പക്ഷേ ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മെസ്സേജ് വരുന്ന എനിക്ക് അവൻ ഇട്ട മെസ്സേജ് ഞാൻ പാസ്റ്ററിനോട് കൊടുത്തു. പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് തിരിച്ചും റിപ്ലൈ തന്നു. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്തും അവനെ മുടക്കി. ആ സമയത്തും വരുന്നുണ്ട് പറഞ്ഞിട്ട് എറണാകുളത്തെത്തിയ ആൾ. എറണാകുളത്തെത്തി കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ഇരുന്നു. അപ്പോൾ ഞാൻ നീ വരുന്നു? അപ്പോൾ ഇല്ല, അന്ന് തൃശ്ശൂരിലേക്ക് ആദ്യം വിളിച്ച് അവിടെ മുടങ്ങി. അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ആ കുട്ടി ഇവിടെ വരെ വന്നത്. പക്ഷേ വന്നിരുന്ന് എൻ്റെ അപ്പം കണ്ടതുകൊണ്ട് ഇവിടെ വന്ന ഒരു ദിവസത്തെ ആരാധന മുഴുവൻ കൂടിയിട്ടില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് വിടുതലായിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വിളി വന്നു. ഭാര്യ വിളിച്ച് 1.5 വർഷമായിട്ട് വിളിക്കാത്ത ആ ഭാര്യ ആ സമയം കൊണ്ട് വിളിച്ചിട്ട് പറയാണ് ഞാൻ വരുന്നുണ്ട്, ആളെയും കൂട്ടി വന്നോന്ന്. അതുവരെ എത്ര ആളുകളെ വിട്ട് പറയിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ല. ബന്ധം ഒഴിവായ കോടതി കേസ് വരെ എത്തിയ കാര്യമായിരുന്നു. അപ്പോൾ അതായത് അപ്പൻ അത്രയും കൃപ കാണിച്ചു. ദൈവത്തിന് 1000 നന്ദി സ്തുതി മഹത്വം. ബ്രദർ ഇവിടെ ആരാധനയ്ക്കില്ലാത്തത് രാവിലെ അവർ കുടുംബമായി പോയി ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയത്. ഞാനും പറഞ്ഞു കേട്ടപ്പോൾ ഞാനും ആദ്യം കരുതി എന്തോ ഒരു മെൻ്റൽ പേഷ്യൻ്റ് പോലാണ് ഇവിടെ ആദ്യം ഞാൻ കാണുന്നത്. ഏറ്റവും ആദ്യം ഇവിടെ വന്നത് അദ്ദേഹമാണ്. എന്നാൽ ഹല്ലേലൂയ, ആ മുഴുവൻ വെള്ളിയാഴ്ചത്തെ മുഴുവൻ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിലാണ് ഇരുന്നത്. അവനെ ദൈവം തൊടുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവനെ ദൈവത്തോട് അന്ന് രാത്രി ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കോള് വന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് കരവുയർത്തി. അന്ന് എനിക്ക് മനസ്സിലായത് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായെന്ന്. 10 വർഷമായി, പിരിഞ്ഞിട്ട് 1.5 വർഷമായി. കോടതി തീരുമാനത്തിലേക്ക് വന്ന കേസാണ്. ഒന്ന് കര ഉയർത്തി. എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വാസ്തവത്തിൽ ഞാനും ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ സാക്ഷി എന്നെ പിടിച്ചു കുലുക്കി കളഞ്ഞു. ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധി കരയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവന് വേണ്ടി ദൈവം മറുസ്ഥലങ്ങളിൽ ചലിച്ചു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ഒരാടെ ഇടപെടലില്ല, ദൈവം ഇടപെട്ടത്. ഒന്ന് കര ഉയർത്തിയ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ അറിയാം. കർത്താവിന് നന്ദി പറയുക. ആമേൻ. വേഗത്തിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹസ്ബൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഹസ്ബൻഡ് ഒരു 6 മാസം മുമ്പ് ഗൾഫിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി വരേണ്ടി വന്നു. വലിയൊരു പൊസിഷനിലേക്ക് കയറാൻ നിന്നപ്പോഴത് സംഭവിച്ചത്. അങ്ങനെ 6 മാസമായിട്ട് ഇവിടെ വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ 1-2 ഇൻ്റർവ്യൂ ഒക്കെ അതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. അങ്ങനെ അതിൽ നിന്ന് ഒരു ജോബ് സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കാൻ നേരമാണ് അത് പെട്ടെന്ന് വിസ റിജക്ഷൻ ആവുന്ന. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആ ദുബായിൽ ഇതുവരെ പോയിട്ടില്ല. എന്തായാലും വിസ റിജക്ഷനായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതേ സമയം റിജക്ഷൻ ആവുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, പനി കൂടിയിട്ട് അഡ്മിറ്റുമാണ്. അങ്ങനെ പാസ്റ്ററോട് ഞാൻ പറയുന്ന പാസ്റ്ററെ മൊത്തത്തിൽ പ്രതികൂലം, എനിക്കറിയത്തില്ല എന്താന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാം സിസ്റ്ററെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ആ വിസ പിന്നെ നോക്കില്ല. ഇപ്പം വേറൊരു NMDC എന്ന് പറഞ്ഞ കമ്പനിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്ന ഓൾറെഡി ഇവർ വിസ അടിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതൊരേ അബുദാബി തന്നെ ആയതുകൊണ്ടാണ് മറ്റേ വിസ റിജക്ഷൻ ആയത്. അപ്പോൾ ഇച്ചാന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മറ്റേ കമ്പനി കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, കുറച്ചുകൂടി സാലറി വളരെ കുറച്ച് സാലറി കൂടുതലാണ്. അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ ന്യൂ ഇയർ മോൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് അന്നായിരുന്നു നമ്മുടെ ന്യൂ ഇയറിൻ്റെ പ്രെയർ നടക്കുന്നത്. അന്ന് എന്തായാലും ഞാൻ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവചനമായിരുന്നു. ഹസ്ബൻഡ് വിശ്വാസി അല്ല. ഞാൻ പ്രവചിച്ച് 2025 ന്യൂ ഇയറിന് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുമെന്ന്. പക്ഷെ വരത്തില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ആ സമയമായപ്പം എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ആരാധിച്ച് അന്ന് ന്യൂ ഇയർ കാർഡ് കിട്ടിയപ്പം പ്രേയറിൻ്റെ വചനം കിട്ടിയപ്പോൾ ഇതാ നിനക്കായി ഒരു പുതിയ വഴി തുറക്കുന്ന ദൈവം ഒരു വചനം കൊടുത്ത് അത് വെച്ച് പ്രാർത്ഥിച്ച് പാസ്റ്ററും പ്രാർത്ഥിച്ച്. പക്ഷേ മറ്റേ കമ്പനി ഇപ്പം കഴിഞ്ഞ മാസം 28-ാം തീയതി ചായം പോയപ്പം ആണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതുവരെ എൻ്റെ ഹസ്ബൻഡിന് പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടില്ല. പലവട്ടം പോയിട്ടുണ്ടെങ്കിലും വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്. കമ്പനി തന്നെ അവർക്ക് പുതുക്കി 1 ഇയർ കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ ഒക്കെ പുതുക്കി കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം സൂപ്പർവൈസറിൻ്റെ പാസ്പോർട്ടിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കുന്നത് മറ്റേ കമ്പനി മറ്റേ പൊസിഷനെക്കാട്ടിലും ഒരു പടി വലിയ പൊസിഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ നിന്ന് എന്ത് നഷ്ടപ്പെട്ടോ അത് തിരിച്ചു പിടിക്കാൻ പറ്റിയ കമ്പനിയിലോട്ടാണ് ദൈവം വിട്ടിരിക്കുന്നത്. അതിനായി ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടി നിന്നപ്പോഴാണ് എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പം പെട്ടെന്ന് ഇച്ചാൻ ഒരു 2 മാസമായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ.
എനിക്കറിയത്തില്ല, കുഞ്ഞിനെ 3 ദിവസം അഡ്മിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറയേണ്ടി എനിക്കിങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ട്, എൻ്റെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും ഞാനത് കൊണ്ട് കൊടുക്കാം. മോന് മാത്രമേ കാർഡ് ശരിയായിട്ടുള്ളൂ, എനിക്ക് ഇച്ചാനും കാർഡ് ശരി, മോന് മാത്രം ഇൻഷുറൻസ് റെഡി ആയിട്ടുണ്ടെന്ന് കാർഡുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്ത്. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ആർക്കും ഈ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല, എംപ്ലോയീസിനൊന്നും. 18,000 രൂപ ബില്ലായി. 16,700 രൂപ ഇൻഷുറൻസ് ആയി ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പേ. അത് സാങ്ഷനായി വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ പാസ്റ്ററിനോട് കുറേ നാൾ മുമ്പേ, 1 വർഷം മുമ്പേ, 1-1.5 വർഷം മുമ്പ് ദൂത് പറഞ്ഞു, 2024 ഓഗസ്റ്റിൽ നിനക്കൊരു ജീവിതം തിരിയും, അത് ആ സമയം കഴിയുമ്പോഴത്തേക്കും നിനക്കൊരു പുതിയ തലമുറയെ ദൈവം തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പാസ്റ്റർ പറയുന്നു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു തലമുറ തരുമെന്ന്, എൻ്റെ ഹസ്ബൻഡ് നവംബറൊക്കെ ആകുമ്പോഴല്ലേ വരത്തുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ഞാൻ, പക്ഷേ ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് വന്ന്, കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വരേണ്ടി വന്നാലും നമുക്ക് ഒരു ബേബി പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്വം അല്ലേ അത്. പക്ഷേ എനിക്കറിയത്തില്ല, സെപ്റ്റംബർ മാസം കഴിഞ്ഞപ്പം ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കും, ഈ വാഗ്ദത്വം, എനിക്ക് എല്ലാ പാസ്റ്റർ വരുമ്പോഴും ഭയങ്കര വാഗ്ദത്വമാണ്, ഈ വാഗ്ദത്വം ഒന്നും നടക്കുന്നില്ലല്ലോ ദൈവമേ. അപ്പോഴേ എനിക്കിതൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചായാ ദൈവം പറഞ്ഞ വാഗ്ദത്വം അല്ലേ, അപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടെങ്കിൽ ദൈവത്തിന് തന്നല്ലേ പറ്റത്തുള്ളൂ. ദൈവം നിവർത്തീകരിച്ചത് അതുപോലെ ഓരോ വാഗ്ദത്തങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി. ഇനിയുണ്ട് സാക്ഷ്യം, സമയം ഇല്ലാത്തതുകൊണ്ട്. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കേൾപ്പിച്ച സാക്ഷ്യത്തിനായി നന്ദി. കർത്താവിൻ്റെ കരം ഹല്ലേലൂയ വെളിപ്പെട്ടതിനായി നന്ദി. ഹല്ലേലൂയ. ഈ ദൂത് ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ഈ സിസ്റ്റർ വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഈ ചയൻ സെപ്റ്റംബറിലേ വരത്തോളൂ, ഹല്ലേലൂയ, നവംബറിലേ വരത്തോളൂ, ഓഗസ്റ്റിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എങ്ങനെ നടക്കും ഇതൊക്കെ പ്രശ്നമാവുമോ എന്ന് ചോദിച്ചു. പക്ഷേ ദൈവം പറഞ്ഞത് മാറത്തില്ല. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. കർത്താവിന് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഞാനത് ഈ വർഷം ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കുന്നു, പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് മാറത്തില്ല. ഒന്ന് കരം ഉയർത്തി വേഗത്തിൽ ചുരുക്കമാക്കി ഞാൻ പറഞ്ഞു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. 2024 ഞങ്ങൾ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ എന്ന് പറഞ്ഞ കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ ദൈവം അത് പ്രാപ്തമാക്കി. എൻ്റെ ദൈവം 2024 എൻ്റെ മരുമകൻ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ നിന്ന് വന്ന് വീണു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് വഴി മുടക്കി, ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു. 2024 ശുഭാസ്വത പറഞ്ഞു. ഞങ്ങൾ ഒരു സാമ്പത്തികവും അത് ഏത് വഴിയൂടെ പോയാലും അതെല്ലാം ഞങ്ങളെ അടച്ചു വെച്ച് ദർശനങ്ങൾ ദൈവം കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതൽ എനിക്ക് ഈ വചനം ഇത് കൂടുതൽ അറിയത്തില്ല. അപ്പം ഞാൻ ശുഭാസ് പറഞ്ഞു, ഫസ്റ്റ് ഇങ്ങനൊക്കെ വന്ന് ഞാൻ റൂട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആന വന്ന് വഴി തടഞ്ഞു നിൽക്കുന്നു, എന്നെ മാത്രം മതി. ഇങ്ങനെ ആദ്യ ഫാസ്റ്റർ അതിനെ കുറിച്ച് പറഞ്ഞെന്ന് നമ്മുടെ റോയി പാസ്റ്ററോട് പറയാൻ പറ്റിയില്ല. ഇങ്ങനെ ഓരോ ദർശനങ്ങളും ദൈവം കാണിച്ചു തരുന്ന വഴി മുടങ്ങി. അപ്പം ഓരോ ദിവസങ്ങളും എനിക്ക് വളരെയേറെ വീട്ടിലെനിക്കും മക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറയും. എങ്ങോട്ടും തിരിയാനും നമുക്ക് സാമ്പത്തികമായി വഴി മുടങ്ങി. കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലായി, ഒരാളല്ല 2 ചെറുമക്കൾ ഹോസ്പിറ്റലിൽ, ഞാൻ ഹോസ്പിറ്റലിൽ, എൻ്റെ മരുമോന ചികിത്സയിൽ. അപ്പോഴപ്പം എൻ്റെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് 2024 അതുപോലെ എനിക്ക് പറയാൻ, എൻ്റെ കണ്ണ് 2024 സ്ട്രോക്ക് വന്നത്, ഒരു കണ്ണിന്. പാസ്റ്റർ പ്രാർത്ഥിച്ച് ആ കണ്ണിന് സ്ട്രോക്ക് മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അതിശയം പറഞ്ഞു, കാരണം കണ്ണിന് കാഴ്ച കിട്ടത്തില്ല സ്ട്രോക്ക് വന്നാൽ. ആ കണ്ണ് ദൈവം അവിടെ കാഴ്ച തന്നു. എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ കോങ്കണ്ണ് പോലെ ഇരുന്നേ കോങ്കണ്ണായിരുന്നു. സത്യം പറഞ്ഞ ഡോക്ടർ ചോദിച്ചു ജന്മനെ ഉള്ളതാണോ എന്ന്. ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ കണ്ണ് കോങ്കണ്ണായെന്ന്. മക്കൾ പറയുമ്പോഴറിയുന്നത്. എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ എന്താവശ്യവും അപ്പോഴേ മക്കൾ, അതുപോലെ പാസ്റ്റർ ഭാര്യ കൃപ സിസ്റ്ററോടും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളായാലും ഞങ്ങളായാലും വിളിച്ചു പറയും, ഞങ്ങളുടെ കൂടെ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ സഭ പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ആ പ്രാർത്ഥനയിൽ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ കണ്ണിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന്. അപ്പോൾ ആ കണ്ണ് ഓപ്പറേഷൻ 7 ദിവസമേ ഞാൻ റെസ്റ്റ് എടുത്തോളൂ.
2 മാസം ഫുള്ള് റെസ്റ്റ് എടുക്കേണ്ടത്. അതാ ഞാൻ സഭ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി, കൈയടിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞത് ഒന്നും ചവയ്ക്കരുത്, ആ വശം വെച്ച് ഒന്നും നമ്മൾ നല്ല ഫുള്ള് റെസ്റ്റ് എടുത്തോണമെന്ന്. ഞാൻ പക്ഷേ റെസ്റ്റ് എടുത്തില്ല. ആ ഞായറാഴ്ച തിങ്കളാഴ്ച ഓപ്പറേഷൻ നടക്കുന്ന അടുത്ത ഞായറാഴ്ച ഞാൻ സഭയിൽ വരാൻ തുടങ്ങി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് വേദന തുടങ്ങി, ഞരമ്പുകളെല്ലാം പ്രശ്നങ്ങളായി, ആകെ എല്ലാം ഞെരുക്ക. കാരണം ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കാത്തൊരവസ്ഥയിലും വളരെ ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥ. അപ്പം ഞാൻ ന്യൂ ഇയറിന് 31-ാം തീയതി ഞാൻ ന്യൂ ഇയറിന് വന്ന് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് രോഗങ്ങൾ സൗഖ്യമാവട്ടെ എന്നേ പറഞ്ഞോളൂ. ഈ ന്യൂ ഇയറിൻ്റെ ഇടയ്ക്ക് ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ. പക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ അത് അനുഭവിച്ച്. പക്ഷെ അതിനുശേഷം എനിക്ക് പിന്നെ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം പാസ്റ്റർ എന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തു. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് സാക്ഷ്യം പറയണോ? കാര്യം വളരെ ബുദ്ധിമുട്ടും പിന്നെ ഓരോരുത്തർ സാക്ഷ്യം പറയുന്നത് കൊണ്ട് സമയക്കുറവ് കൊണ്ടൊക്കെ ഞാൻ എണീക്കും പിന്നെയും ഇരിക്കും. ഇപ്പം ഈ കഴിഞ്ഞ മാസം അതുപോലെ എണീക്കും പിന്നെയും ഇരിക്കും. എങ്കിലും ഇന്ന് എന്നോട് ദൈവം പറഞ്ഞു എത്ര സമയമില്ലെങ്കിൽ ഈ സാക്ഷ്യം എനിക്ക് പറയണം, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം, നന്ദി പറയുന്നു കർത്താവ്. കണ്ണ് സൗഖ്യം ഇതുവരെ എനിക്ക് ആ ഞരമ്പിൻ്റെ നൂറോടെ പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ എൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് അമേ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവനെ ഹല്ലേലൂയ എന്നെ തള്ളിയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ യഹോവ എന്നെ സഹായിച്ചു. അമേ സ്തോത്രം കർത്താവേ, നന്ദി പറയുന്നു. പാസ്റ്റർക്കും സഭയ്ക്കും സഭയിലെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ കുടുംബത്തെക്കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ആ സിസ്റ്റർമാരെല്ലാം പ്രാർത്ഥിച്ചു, അവർക്കെല്ലാം നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പാ. ആമേൻ ആമേൻ ആമേൻ. കഥാവ് കൊടുത്ത വിടുതലുകൾക്കായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുടുംബത്തിനകത്ത് ദൈവം ചെയ്തത്. ഒന്ന് വിശ്വസ്തയോടെ ദൈവത്തിന് നന്ദി പറയും. സ്വയം പറഞ്ഞുകൂടെ 1 മിനിറ്റ് പറയാവും. ഓടി വന്നു ഹല്ലേലൂയ ഹല്ലേലൂയ, ഓടി വന്നു. 1 മിനിറ്റ് പറയാവും ഒരുമിച്ച്. ഞാൻ ആക്ച്വലി ഇത് 72 hours പ്രയറിന് വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ദാസൻ എൻ്റെ അമ്മയുടെ സ്നാനത്തിൽ തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു 72 hours പ്രയറിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ദൈവം അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു. വൈഫിൻ്റെ അമ്മാച്ചൻ ആദ്യമായിട്ട് വൈഫിൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ്. നിത്യതയിൽ ചേർക്കപ്പെട്ടു. ചക്കുവള്ളി എന്നുള്ള സ്ഥലത്ത് അവിടെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എമർജൻസി ആയിട്ട് ഞങ്ങൾ 5th ഇവിടെ എത്തി. 5th ചക്കുവള്ളിയിൽ അവിടെ എത്തി. അങ്ങനെ അതിൻ്റെ അടക്കം ഞാൻ 1 day ലീവിനാണ് വന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം തിരിച്ച് കയറണം. എനിക്ക് അവിടെ പോയിട്ടൊരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അത് തിരിച്ച് പോകുന്ന രീതിയിലാണ് വന്ന് പാസ്റ്ററോട് ഞാനത് ഇവിടെ ചക്കുവള്ളിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ 72 hours പ്രയർ ഉണ്ട്. ഞാൻ ആക്ച്വലി ഡ്യൂട്ടിയുടെ സമയത്തിൽ അതും കുറച്ച് ബിസി ആയിരുന്നു, അറിഞ്ഞില്ലായിരുന്നു, മറന്നിരിക്കുകയായിരുന്നു ആക്ച്വലി. അപ്പോൾ ദൈവം കറക്റ്റായിട്ട് എനിക്കത് അവിടുത്തെ കേസ് സെറ്റിലായി. പോകേണ്ട ആവശ്യം, തിരിച്ചു പോകേണ്ട ആവശ്യം അത് സെറ്റിലായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഈ ഫുണറലിനെല്ലാം നിൽക്കാൻ കർത്താവ് കൃപ നൽകി. അതിനേക്കാൾ ഏറ്റവും നല്ലത് 6th ഫുണറൽ കഴിഞ്ഞു. 7th ഇവിടുത്തെ മീറ്റിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിശയമായിട്ട് കർത്താവ് ഈ മീറ്റിങ്ങിൽ എനിക്ക് ഇവിടെ നിൽക്കാനും ഇതിനും പൂർണ്ണമായിട്ടും 3 സ്വഭാവത്തോടെ കൂടിയിട്ടുള്ള തന്നെ ദൈവസന്നിധിയിൽ നിൽക്കാനും ദൈവശബ്ദം കേൾക്കുവാനും എല്ലാം ദൈവം എനിക്ക് അവസരം വരും. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത കാര്യമില്ല. 1 day ലീവിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള കാരണമാണ് ഈ മീറ്റിങ്ങിൽ എനിക്ക് കയറാനും അതിന് സാന്നിധ്യം അനുഭവിക്കാനും എല്ലാം ഇടയായി. അമ്മ സ്നാനപ്പെടാനൊക്കെ ഇടയായി. ഈ ഫസ്റ്റ് ഡേ ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ചേട്ടൻ പുകവലി ചെറുതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ പോയിട്ട് ആരുടെ കൂട്ടുകാരുടെ കൂടി ജസ്റ്റ് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ രാവിലെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ എനിക്ക് വാക്ക് തന്നു, ഇനി മദ്യമോ പുകവലി ഞാൻ തൊടത്തില്ലെന്ന് വാക്ക് തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപവാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അതൊക്കെ ഉണ്ടായത്. അപ്പോൾ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറഞ്ഞില്ലെങ്കിൽ സമയമില്ലാത്ത ഞാൻ അവിടെ പോയിരുന്നത്. പിന്നെ അപ്പോൾ ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനും ഞാൻ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഈ സഭയ്ക്കും കർത്താവിൻ്റെ ദാസനും എല്ലാ ദൈവമക്കൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അമേൻ അമേൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞിട്ട് നമ്മൾ അവസാനം അറിയാം വിജയ ബ്രദറിൻ്റെയും അല്ലെങ്കിൽ ജാൻസിസിൻ്റെയും മകള് സോണ സിസ് ഇവിടെ വന്നിട്ടുണ്ട്. അറിയാം കഴിഞ്ഞ ദിവസമാണ് എൻഗേജ്മെൻറ്റ് നടന്നത്. അറിയാം ഈ വരുന്ന വ്യാഴാഴ്ച ലെസസ് വ്യാഴാഴ്ച വിവാഹമാണ്. ഒന്ന് കരവത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കുടുംബത്തോടും കൂടെ നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരുക. കഴിയുന്നവരെല്ലാം ബുധനാഴ്ച ഹല്ലേലൂയ ഇവിടെ വെച്ചാണ് ഹല്ലേലൂയ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അറിയാം നിങ്ങൾക്ക്
ബുധനാഴ്ച പോകാൻ പറ്റുന്നവർക്ക് ബുധനാഴ്ച പോകാം, വ്യാഴാഴ്ച പോകാൻ പറ്റുന്നവർക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി സഭ ഒരുമിച്ച് തയ്യാറാകണമെന്ന് ഓർപ്പിക്കും. ഞങ്ങൾ അവസാനം ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഒരുമിച്ച് സന്തോഷത്തോടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയും. നമ്മുടെ സഭയെ കർത്താവ് ഉറപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്കൊന്ന് ഒരുമിച്ച് പറയാൻ പറ്റും? 72 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അറിയാം. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ, സൂമിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ സൂമിലും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ പല രാജ്യങ്ങളിൽ നിന്ന് അറിയാം ഉറപ്പോടെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഉറങ്ങാതെ നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ജീസസിനായിട്ട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. അതേപോലെ കാനഡയിൽ നിന്ന് ശ്രദ്ധിക്കുന്ന പ്രിയ ബ്രദറിനായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇവരൊന്നും ഉറങ്ങാതെ നിൽക്കുന്നവരാണ്. ഒന്ന് ഒരുമിച്ച് അറിയാം ജോബിവറിനും കുടുംബത്തിനുമായിട്ട് നന്ദി പറയുകയാണ്. ഒന്ന് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ പ്രത്യേകിച്ച് അറിയാം ഷുപ്പാസിൻ്റെ വൈഫിനായിട്ട് നന്ദി പറയുകയാണ്. കുഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ ഈ മീറ്റിങ്ങിൽ മുടങ്ങാതെ കയറുകയും ചെയ്യുന്നു. വത്സമ ജോൺ കുവൈറ്റിൽ നിന്ന് പ്രിയ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും അറിയാം. എനിക്കിത് മെസ്സേജ് പറയാനുള്ള സമയമില്ല, എന്നാലും അറിയാം കൈമാറ്റം എന്നുള്ളത് കൊണ്ട് അറിയാം ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ നിന്നവർക്ക് അനുഗ്രഹമായിരുന്നു. ഈ എന്തോ ഭയങ്കര കാര്യങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ വൈകിട്ട് മുമ്പ് തന്നെ ചിലവർ വിടുതലുകൾ കാണും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തികൾ കാണും. ഇപ്പോൾ തന്നെ അതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ അന്തരീക്ഷത്തിനകത്തുണ്ട്. അതെനിക്കറിയാം. എൻ്റെ ആത്മാവിൽ ചിലവരെ ഞാൻ കണ്ടിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഈ സഭയോട് ചേർന്നതുകൊണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആ ബ്രദർ ആദ്യമേ ഈ 3 മാസമാകുന്നു ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. 3 മാസമായിട്ട് വരുന്നതിനകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ തിരിയുമെന്ന് ചോദിച്ചാൽ, ജയിലിൽ പോകേണ്ട മനുഷ്യനാണ്. ഇത്രത്തോളം തിരിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് തിരിക്കാൻ പറ്റുമെന്ന് വെച്ച് വിശ്വസിച്ചുകൊണ്ടെന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റും. നിങ്ങൾ ഈ സഭാമധ്യത്തിൽ നിന്ന് മഹത്വത്തിൽ ഏത് വിഷയം ഏൽപ്പിച്ചാലും അത് ഒറ്റ ദിവസം കൊണ്ട് അഹരോൻ്റെ വടി തളർത്തതുപോലെ, അതൊക്കെ പ്രസംഗിക്കാൻ വന്നത് കേട്ടോ. ഇതിനകത്ത് ഈ മിനിറ്റിൽ നിൻ്റെ വിഷയത്തെ മഹത്വത്തിൽ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അഹരോൻ്റെ വടി ഒറ്റ ദിവസം തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ പച്ചവെള്ളം വീഞ്ഞായി തീരും. അവരെ ഒന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ ഗ്ലോറി റലത്തിൽ നിന്നുകൊണ്ട് ദൂതന്മാരോട് ചേർന്നുകൊണ്ട് ഒത്തിരി തലങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അനുഭവിക്കാൻ പറ്റുന്നവർ ഈ ദിവസങ്ങളിലെ ബുധനാഴ്ച മീറ്റിംഗ് ഒന്നും മിസ് ചെയ്യരുതെന്ന് ഓർപ്പിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഇത് കൈമാറ്റത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇതിനകത്തിരിക്കുന്നവർ മുഴുവൻ എൻ്റെ കൂടെ നേറ്റു പറഞ്ഞാൽ ഇന്നു മുതൽ ചിലവർ സന്തോഷ വാർത്ത കേൾക്കും. ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയ വീട്ടിനകത്ത് പോരാട്ടമാണ് പ്രശ്നമാണെന്നൊക്കെ പറയുന്നവർ ഇന്നു മുതൽ പോരാട്ടത്തിൻ്റെ മുകളിലൂടെ നടക്കും. കാരണം മഹത്വം അത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചറിയാം, 12 പേര് ഒരുമിച്ച് തീരാൻ പോകുന്നു നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ മഹത്വം നടന്നു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ മഹത്വം കണ്ട പത്രോസ് വിളിച്ചു പറയുന്നു, നീയാണെങ്കിൽ എനിക്കും ഈ വെള്ളത്തിൻ്റെ മേലിലൂടെ നടക്കാം. ഈ മിനിറ്റിൽ നിന്ന് സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സമർപ്പിച്ചേ. കർത്താവേ, ഞാൻ ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ട് വന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഈ 2025 അത് അങ്ങയോട് കൂടെ വസിക്കണം, അങ്ങയോട് കൂടെ നടക്കണം, അങ്ങിലായിത്തീരണം. ആ മഹത്വത്തിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അറിയാം, അങ്ങനെ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ 115-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണം. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 18 വർഷമായ കൂനിയായ സ്ത്രീ ആലയത്തിൽ മഹത്വം തൊട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ ജീവിതം തുള്ളിയും ചാടിയും കൊണ്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുകയാണ്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വിടുതലിന്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഉയർച്ചയുടെ ദിവസം. ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? ഈ ഒറ്റ ദിവസം, ഇന്നത്തെ ദിവസം എന്നുള്ള പദം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങുക. ഈ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു തിരിവ് സംഭവിക്കും. ഈ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തൊരു തിരിവ് സംഭവിക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഞാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ന് രാവിലെയൊക്കെ അനുഭവിക്കുന്നത്, ഒരു കൈ നിന്നെ വന്ന് പിടിച്ചോണ്ട് നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ വിഷയത്തെ, ആ വിഷയത്തെ, അസാധ്യമായ വിഷയത്തെ എൻ്റെ ദൈവം ഏറ്റെടുക്കുകയാണ്.
കൈമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈമാറിക്കോ. 5 അപ്പമാണ്, 2 മീനാണ്, നാറ്റം വെച്ച അവസ്ഥയാണെന്നൊന്നും പറയണ്ട. മഹത്വം അത് ഏറ്റെടുക്കുകയാണ്. മഹത്വം ഏറ്റെടുത്താൽ അസാധ്യതകൾ സാധ്യമാകും. മഹത്വം ഏറ്റെടുത്താൽ അസാധ്യതകൾ സാധ്യമാക്കും. ഞാൻ ഇങ്ങനൊരു ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആർക്കും വിഷമം തോന്നരുത്. ആരാധന റിലത്തിനകത്ത് കയറി നിൽക്കുന്നവൻ, മഹത്വത്തിനകത്ത് കയറി നിൽക്കുന്നവൻ അസാധ്യതകളുടെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അസാധ്യതകളുടെ മുകളിൽ കയറി നിൽക്കുന്നവര് ആത്മാവിൽ. കാരണം എൻ്റെ ദൈവത്തിന് വല്ലതും അസാധ്യമായിട്ടുണ്ടോ അറിയാം. ഇന്നും പറയുന്ന ചിലവർ പറയുന്നത്, എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം, ഞങ്ങളുടെ ഒന്നും നടക്കുന്നില്ല പറഞ്ഞേ, എന്തോ ചെയ്താലും തടസ്സമാണ്. എനിക്ക് മനസ്സിലായത്, ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവരാ ഗേറ്റും കാണുന്നിട്ടില്ല, മഹത്വം ഇവർക്ക് മനസ്സിലായിട്ടുമില്ല, ദൈവാനാന്ന് ഇവർക്ക് തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ, നീ മഹത്വം കണ്ടയാളാണെങ്കിൽ നീ വിളിച്ചു പറയും, എൻ്റെ വിഷയത്തിൻ്റെ മുകളിലൂടെ ഞാൻ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് ലേറ്റായെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ ഇന്നു മുതൽ വിളിച്ചു പറയും, ഈ ദിനം മരണത്തിനല്ല, അത് മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിന്നെ ലേറ്റാക്കി എന്ന് പറയുന്ന ശത്രുവിനോട് നീ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയും, അത് മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഒന്ന് കര ഉയർത്തി. കൊല്ലം ചർച്ച് പണി തീർന്നു വരുന്നത് മഹത്വത്തിന് വേണ്ടിയാണ്. ഈ പട്ടണത്തിനകത്ത് മഹത്വം കണ്ടവരായി ഞങ്ങൾ തീരും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, മഹത്വം ഞങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ആ നിലകളിൽ എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തെ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാക്കുക. ഇന്നു മുതൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേർന്നുകൊണ്ട് പറയണം, കർത്താവേ, ഞങ്ങളത് ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഒരുമിച്ച് വിശ്വസിക്കുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ അറിയാം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ഹഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഇന്ന് ചില പ്രവചന ശബ്ദം മാത്രമേ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഈ ദിവസത്തിന് എന്തോ അറിയാം പ്രത്യേകതയുണ്ട്. ഈ 72 മണിക്കൂർ തീരുന്ന ഈ ദിവസത്തിന് എന്തോ ഭയങ്കരമായ പ്രത്യേകതയുണ്ട്. അവരൊരുമിച്ച് എൻ്റെ കൂടെ അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഭയങ്കരമായ പ്രത്യേകത സംഭവിക്കും. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്യക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിന്റെ വിഷയം ഒന്നും നടക്കുന്നില്ലെന്ന് ഇതുവരെ നിനക്ക് തോന്നിയാലും എൻ്റെ കൂടെ അങ്ങ് പുറകെ നിൽക്കുന്നവരെ ഒരു കരം ഉയർത്തിപ്പിടിക്കാമെങ്കിൽ പറഞ്ഞോ, ഇന്നു മുതൽ നിന്നെ യഹോവ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ നീ ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതുവരെ ഫലമില്ലായിരുന്നു, ഇതുവരെ നന്മയില്ലായിരുന്നു, ഇതുവരെയും എല്ലാം അസാധ്യമായിരുന്നു. പക്ഷേ ഈ 72-ാമത്തെ മണിക്കൂറിന്റെ അവസാന മിനിറ്റുകളിൽ ദൈവം വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാക്യത്തെ സ്വീകരിച്ചോ. അനുഗ്രഹം എന്താണെന്ന് നീ കാണാൻ പോകുകയാണ്. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് ഒരുമിച്ചത് കര ഉയർത്തിപ്പിടിച്ചു? കുടുംബമായിട്ട് നിൽക്കുന്നവർ മുഴുവൻ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നു മുതൽ ഒരു നന്മ കാണും. ഈ ആരാധന അറ്റൻഡ് ചെയ്ത് ഇന്ന് വരുന്നവർക്കും ഇത് ഒരു ഹല്ലേലൂയ ദൈവം തരുന്ന ഗിഫ്റ്റാണ്. യെശയ്യാവ് 48-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. യെശയ്യാവ് 48 6-ാമത്തെ വാക്യം. എൻ്റെ കൂടെ സ്വീകരിക്കാൻ പറ്റുന്നവർ മാത്രം. ഇത് ദൈവം അരുൾ ചെയ്യുന്ന വാക്യങ്ങളാണ്. അറിയാം, പറയുന്ന വാക്യങ്ങളുണ്ട്, അരുൾ ചെയ്യുന്ന വാക്യങ്ങളുണ്ട്. ഈ അരുൾ ചെയ്യുന്നത് എന്തുവാണെന്നറിയാം, അയക്കപ്പെട്ടാൽ അത് അതുമായിട്ട് തിരിച്ചു പോകത്തുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് ഈ വാക്യം ആരെങ്കിലുമൊക്കെ മേളിൽ വന്ന് വീണാൽ നീ പട്ടണത്തിൽ വാലല്ല എന്നുള്ളത് ദൈവം ഉറപ്പിക്കാൻ തുടങ്ങുക. എൻ്റെ കൂടെ നിന്ന് ചേർന്നുകൊണ്ട് ഈ 9-ാം തീയതി എന്നുള്ള ഡേറ്റിന്റെ അല്ല പ്രത്യേകത. ഈ മീറ്റിങ്ങിനകത്ത് വളരെ വ്യക്തതയോടെ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന് പറയാനുള്ളൊരു കൈമാറ്റമാണ്. കൈമാറ്റം എന്ന് പറഞ്ഞാൽ നീ കരഞ്ഞോണ്ടിരിക്കുന്ന അനുഭവത്തിനകത്ത് അറിയാം, ദൈവം നിന്നോട് അടുത്ത് വന്നിട്ട് പറയുക, ഇന്നു മുതൽ നീ കരയണ്ട. ഓക്കെ, അറിയാം, നയില്ല വിധവ ഏക മകനൂടെ ഉള്ളായിരുന്നു, അവന് നഷ്ടപ്പെട്ടു. അറിയാം, ആ മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ പോവുകയാണ്. എല്ലാം തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. യേശു അടുത്തോട്ട് വന്ന് പറഞ്ഞ്, ഇനി നീ കരയണ്ടെന്ന് പറഞ്ഞ് ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഹല്ലേലൂയ അന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിൽ വിലാപം നൃത്തമാക്കി.
ഇന്ന് ഈ ഹോളിനകത്ത് നിൽക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ദിവസം നീ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ മിനിറ്റുകളിൽ മഹത്വത്തിനകത്ത് നീ ഏൽപ്പിക്കുമെങ്കിൽ ഈ മിനിറ്റ് മുതൽ മഹത്വം അതിനെ ആനന്ദമാക്കി മാറ്റാൻ പോകുകയാണ്. ഒന്ന് ആത്മാവിൽ 39 ദിവസം ഗോലിയാത്ത് വെല്ലുവിളിച്ചു കേട്ടോ. പക്ഷേ ഒരു ബാലൻ കയറി വന്ന് പറയാണ്, ഇന്നത്തെ ദിവസം നീ അവസാനിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ദിവസം ഇസ്രായേലിൽ ഒരു ദൈവമെന്ന് നീ അറിയാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, പ്രശ്നം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, രോഗം അനുഭവിക്കുന്നവർ എന്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് പറയാമോ? ടുഡേ, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ ദൈവം തരികയാണ്. കാരണം ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്, ഇത് ദൈവം സൃഷ്ടിച്ച ദിവസമാണ്. ഈ ദിവസത്തിൽ എനിക്കൊരു വിടുതലുണ്ട്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. ഇന്നത്തെ ദിവസം വാക്യത്തിനകത്തോട്ട് വരികയാണ്. യെശയ്യാവ് 48-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒരുമിച്ച്. നീ കേട്ടിട്ടുണ്ട്, നീ വായിച്ചോ. ഇപ്പോഴെല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ അത് എഴുതിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയിട്ടോ. ഇന്നു മുതൽ കൈമാറ്റം കേട്ടോ. ഇത് ദൈവം നിന്നിലേക്ക് കൈമാറുകയാണ്. അറിയാം, കൈമാറുക എന്ന് പറഞ്ഞാൽ ഞാൻ ജാൻസി സിസ്റ്ററിനോട് അറിയാം, വിജയപ്രോട് ഇന്നലെയാണോ മെനഞ്ഞാന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നിന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇവരുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാ. അറിയാം, എന്നോട് കർത്താവ് പറഞ്ഞു, ഈ വരുന്ന ബുധനാഴ്ചയും വ്യാഴാഴ്ചയായിട്ട് ഇവരുടെ നന്മകൾ കണ്ടിവർ കണ്ണു തുറക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അക്കരം ഉയർത്തി കർത്താവിനോട് പറഞ്ഞു, ഈ കല്യാണം കഴിഞ്ഞ് ദൈവം ഇവർക്ക് ശേഷിപ്പുകളെ കൊടുക്കും. അറിയാം, ഞാനത് വ്യക്തമായിട്ട് അറിയാം. കർത്താവിൻ്റെ മകനോട് പറഞ്ഞു, ദൈവം എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് മറച്ചു വെക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞു, നിന്റെ ഇല്ലായ്മകളുടെ നടുവിൽ ഇന്നത്തെ ദിവസം അവനെന്തോ ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലായാൽ ആ പദം ഇങ്ങനെയാണ് പറയുന്നത്. അറിയാം, ഇന്നു മുതൽ അറിയാം, അത് പ്രസ്താവിക്കയില്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഹല്ലേലൂയ, ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നറിയാമോ? അന്ന് അവർ ഒരുപക്ഷെ ഇവിടെ വിഷമത്തിലായിരിക്കാം വന്നത്, അവരുടെ ആവശ്യങ്ങളിൽ ഭാരത്തോടായിരിക്കാം വന്നത്, പക്ഷേ ദൈവം അവരെ അങ്ങ് കേൾപ്പിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പുതിയത് കാണാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ആരാണ് ഒരു അനുഗ്രഹം ആഗ്രഹിക്കാത്തത്? ആരാണ് ഒരു വിടുതൽ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് അനുഗ്രഹമൊന്നും വേണ്ട, അവനുള്ളവർ എന്നെ കണ്ടിട്ട് പോകണം. എന്തിനാ? അറിയാം, ലൈവ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആ വീട്ടിലെ അതൊക്കെ അങ്ങ് വിട്ടേക്കണം കേട്ടോ. ഹല്ലേലൂയ, ഇതൊന്നും വേണ്ടാന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് മുതൽ ബാക്കി പ്രൊജക്റ്റ് ചെയ്യണേ. ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയത് ചിലത് കേൾപ്പിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു? കേട്ട് തളർന്നവർ, വഴിയില്ലെന്ന് പറഞ്ഞവർ, ഇന്നു മുതൽ നിന്നോട് ദൈവം അരുൾ ചെയ്തത് എന്താണെന്നറിയാമോ? നീ അറിയാത്തതും മറഞ്ഞിരിക്കുന്നതുമായ ചിലത് ഞാൻ നിന്നെ കേൾപ്പിക്കാൻ പോകുകയാണ്. എന്നാ അത് കേൾപ്പിക്കാൻ പോകുന്നത്? ഈ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇതാ തീർന്നെന്നും പറഞ്ഞുകൊണ്ട് ഹാഗാർ കരഞ്ഞോണ്ടിരിക്കുക, എല്ലാം അടഞ്ഞല്ലോ, മരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി പറയാം, നീ എന്തോ ഈ പറയുന്നത്? ഇതാ നിന്റെ കണ്ണു തുറന്നോ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പുതിയത് തുറന്നു വരുന്നു. ഇപ്പോൾ പുതിയത് തുറന്നു വരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എത്തിപ്പിടിക്കുക. നിന്റെ ചെവിയിൽ, ഹല്ലേലൂയ, ചുമ്മാ നടക്കുന്നവരോടല്ലേ ഞാൻ വിളിച്ചു പറയുന്നത്. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ എന്റെ ദൈവമാണ് ഈ വചനം നിന്നോട് പറയുന്നതെങ്കിൽ അരുൾ ചെയ്യുന്നെന്നാ പറഞ്ഞേക്കുന്നത്. അവൻ പുതിയത് നിനക്ക് തരും. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. കൈമാറ്റമാണിത്. ഹല്ലേലൂയ, കൈമാറ്റമാണ്, കൈമാറ്റമാണ്. ഹല്ലേലൂയ, കൈമാറ്റമാണ്, കൈമാറ്റമാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഏത് വിഷയത്തിനകത്തും മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട്, അതിപ്പോൾ നിന്നെ കേൾപ്പിക്കാൻ പോകുകയാണ്. അത് കേൾപ്പിക്കാൻ പോകുകയാണ്. ഉടമന മനഘടക, ശബ്ദന മനഘടക. അറിയാം, ആ നിലയിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ഈ വാക്യങ്ങൾ മാത്രമേ തുറന്നുള്ളൂ കേട്ടോ. അറിയാം, നിങ്ങൾക്കറിയാമോ 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വിലാപ സങ്കീർത്തനമാണ്. വിലാപ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ മലയാളിയെ തിരിച്ചറിഞ്ഞു, കരച്ചിലിന്റെ സങ്കീർത്തനമാണ്, ദുഃഖത്തിന്റെ സങ്കീർത്തനമാണ്. അറിയാം, എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചേ. പക്ഷേ ഈ 51-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലോട്ട് ദൈവം ഒരു പദം ദാവീദിനോട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തളർന്നു വന്നിരിക്കുന്നവർ കാണും കേട്ടോ അതിനകത്ത്. നാളെ എന്താകും? ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2025 ശത്രുവിനെ ജയിക്കുന്ന രീതിയിൽ ദൈവം എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പെക്റ്റേഷൻ ഇല്ല.
എൻ്റെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ ദൈവമാണ്. ഇതുവരെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് എക്സ്പെക്റ്റേഷൻ, അത് നടക്കും, ഇത് നടക്കും, മറ്റേ നടക്കും. ഇപ്പം ശത്രുവിന് എൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല. അറിയാം, എൻ്റെ ആഗ്രഹം മുഴുവൻ ദൈവമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് അവൻ നിന്നോട് പറയുക, 51 സങ്കീർത്തനം 8-ാമത്തെ വാക്യം, സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കുമാറാക്കണമേ. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി. എന്താ ദാവീദ് പറയുന്നത് അറിയാം? കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പറയാ, സന്തോഷവും ആനന്ദവും എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അറിയാം, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കുമാറാകട്ടെ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിന്റെ ചെവിയിൽ ഞാൻ ഇങ്ങനൊരു പദം കയറി പിടിച്ചു പറയുകയാണ്, ബാഡ് ന്യൂസുകൾ ക്യാൻസൽ ആകുകയാണ്. സന്തോഷ വാർത്ത നിന്റെ വീടിനകത്തേക്ക് തിരമാല വന്ന് കയറുന്നത് പോലെ ആത്മാവിൽ പിടിക്കുന്നതിന്. നിന്റെ ജോലി സ്ഥലത്ത് തകർച്ച മാത്രമായിരുന്നു, നിന്റെ ബിസിനസ്സിനകത്ത് വിടുതലില്ലായിരുന്നു. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് ഇന്ന് മുതൽ പുതിയത് ചിലത് കേൾക്കാൻ പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് സ്വീകരിക്കുക. എൻ്റെ വീട്ടിനകത്ത് എന്നും കടക്കാരും പ്രശ്നവും രോഗവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നവനോട് ദൈവം ചെവിയിൽ ഒരു ശബ്ദം കേൾപ്പിക്കുകയാണ്. മറഞ്ഞിരുന്നതും നീ അറിയാത്തതുമായി ഇന്നു മുതൽ നീ കേൾക്കാൻ പോവുകയാണ്. അത് സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് പറ, സന്തോഷവും. കർത്താവ്, ഇതിനകത്ത് ആരെങ്കിലും പറയുന്നില്ലെങ്കിൽ അതെൻ്റെ വെളി വരണം. അതെൻ്റെ വെളി വരണം. കർത്താവേ, ഇനിയും എനിക്ക് വലയാൻ പറ്റത്തില്ല, ഇനിയും എനിക്ക് തകരാൻ പറ്റത്തില്ല. കാരണം ഞാൻ മഹത്വത്തിലാണ് നിൽക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഗ്ലോറി രഥത്തിനകത്ത് സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോൾ ദിനകരനെ കുറിച്ച് കേട്ടിട്ടുള്ളവരാണെങ്കിൽ, ദിനകരൻ്റെ പാസ്റ്ററിൻ്റെ മോനാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടു. 11 വർഷം ഹൃദയം തുറന്നു കായിക ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്കും ഭാരമുണ്ട് കേട്ടോ, ഞങ്ങൾക്കും ഭാരമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാൻ പറ്റാതെയായി ചില വിഷയങ്ങളിൽ. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ ശുശ്രൂഷയൊന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രാത്രി ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കിടക്കുന്നതിന് മുമ്പേ ദൈവം അടുത്ത് വന്ന് തട്ടി സൗണ്ട് ചെവി പറഞ്ഞു, നാളെ രാവിലെ ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും. ഭയങ്കരമായി എക്സൈറ്റഡ് ആയി. വേഗത്തിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് ആ ബെഡിൻ്റെ അടുത്ത് മുട്ടുകുത്തി രാവിലെ 7 o'clock കഴിയുമ്പോൾ അവർ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് ഇത് ആ ബ്രെഡിൻ്റെ ആ ഇരിക്കുന്ന കട്ടിലിൻ്റെ ഫ്രണ്ടിൽ ദൈവം വന്നിരുന്നു. ദൈവം അവരെ നോക്കി കരയൊന്നുമല്ല ചെയ്തത്, അവൻ ചിരിക്കാൻ തുടങ്ങി. 1 മണിക്കൂറും 10 മിനിറ്റ് ദൈവം അവരെ നോക്കിയിരുന്ന് ചിരിച്ചു. ഏതാണ്ട് ഇവർ 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ തന്നെ മറന്നു, ഇവർ ചിരിക്കാൻ തുടങ്ങി. ആ 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് ആ സഹോദരിയുടെ ഹൃദയത്തിലെ മുറിവുകൾ മുഴുവൻ ഒഴുകിപ്പോയി. അവരന്ന് മുതൽ ഇന്ന് വരെ പിന്നെ വിഷമിച്ചിട്ടില്ല. അവർ ദൈവത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ അവസാന മിനിറ്റിന് മുമ്പേ ഒരു സ്പർശനം നിന്റെ മേളിലോട്ടൊന്ന് വന്നാൽ, ഒരു ഇടപെടൽ നിന്റെ മേളിലോട്ടൊന്ന് വന്നാൽ, ഞാൻ ഈ വിളിച്ചു പറയുന്നത് ജീവിക്കുന്ന സാക്ഷികളാണ് കേട്ടോ. ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, എൻ്റെ മേളിൽ സന്തോഷവും ആനന്ദവും. നിന്നെ കരയിക്കാൻ തക്കവണ്ണം ഇന്നലെ വരെ നീ കേൾപ്പിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ വിഷയങ്ങൾ, ഭർത്താവിൻ്റെ വിഷയം, ഭാര്യയുടെ വിഷയം, മക്കളുടെ വിഷയം, ഇന്നത് ദൈവം എടുത്തു കളയുകയാണ്. എന്നിട്ട് പറയാം, നിനക്ക് ഒന്നേ ഇനി കേൾക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയെത്തി പിടിക്കുന്നതിന് ഈ ആലയത്തിൽ മഹത്വം നിന്നോട് പറയുന്നു, നീ അറിയാത്തതും മറഞ്ഞിരിക്കുന്നതും ഞാൻ നിന്നെ കേൾപ്പിക്കാം. ചിലവരോട് ചോദിച്ചാൽ അവർ പറയും, പാസേ പരീക്ഷയ്ക്ക് പരീക്ഷ റിസൾട്ട് വരാൻ പോകും, ഇന്ന ദിവസമാണ്. ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചാൽ പറയും, പാസേ എനിക്ക് നോക്കാൻ പേടിയാ, ഞാൻ നോക്കിയിട്ടില്ല, ചിലവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ഇതുവരെ വിളിച്ചില്ലെന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ? ഇന്ന് വരെ എല്ലാം തോൽവിയാ, തോറ്റത് മാത്രമേ അനുഭവമുള്ളൂ, അതുകൊണ്ട് നോക്കാനും കേൾക്കാനും ഒക്കെ പേടിയാ. അത് ഇന്ന് ചിലവരെ വെളിയിൽ നിന്ന് മാറിപ്പോകും. നീ തന്നെ നിന്റെ നന്മ കാണും, നീ തന്നെ അനുഗ്രഹം പ്രാപിക്കും. ഇനി ദൈവം നേരിട്ട് നിന്നെ കൈപിടിക്കാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം അങ്ങ് പുറകെ നിൽക്കുന്നവരെ കരം ഉയർത്തിപ്പിടിക്കുക.
കരമുയർത്തി. ഇതാ കൈമാറ്റം എന്ന് പറയുന്നത്. അറിയാം, നാളുകൾ കരഞ്ഞുകൊണ്ടിരുന്നവരോട് ദൈവം തട്ടി വിളിച്ചിട്ട് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂറുണ്ട്, ഇനി ഞാൻ നിന്നെ സഹായിക്കാൻ പോകുകയാണ്. ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോ. ഈ 72 മണിക്കൂർ തീരുന്നതിന് മുമ്പേ ഉടമന ഘടക ശബ്ദമന ഘടക. അറിയാം, വ്യക്തികളോട് ദൂത് പറയുന്നില്ല കേട്ടോ, അതിനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. അങ്ങ് പുറകെയിരിക്കുന്ന സ്റ്റാൻലി ബ്രദറെ, ഈ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറ, ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും ചിലത് കേൾക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും ചിലത് കേൾക്കാൻ പോവുകയാണ്. ഇത് സാക്ഷ്യമാണ്, റെക്കോർഡിംഗ് ആണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. അങ്ങ് പുറകെ നിൽക്കുന്നവരെവരെയും ചലിച്ചോ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങൾ ചിലത് കേൾക്കാൻ പോകുകയാണ്. കേൾക്കാൻ പോകുകയാണ്. മറഞ്ഞിരുന്നത് ചിലത് തുറന്നു വരാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറയായി പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയുണ്ട് കേട്ടോ. അറിയ, എൻ്റെ അനുഭവത്തിൽ ജോൺ ബർറെ, അറിയ, ഷുപ്പാസെ, അറിയ, ആരും അറിയാതെ ഒരു കന്യകയായ കുടുംബ പേരൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അവൾ അറിയ വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം ഉറപ്പിച്ചു. ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രത്യേകത, വിവാഹം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരകത്ത മുറികളിലാണ്. അല്ലെങ്കിൽ എപ്പോഴും പുറത്തോട്ട് വരത്തില്ല, കാരണം അവർ ഒരുങ്ങുകയാണ്. അങ്ങനെ അകത്ത മുറിയിലിരിക്കുമ്പോൾ ഒരു ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു. ഗബ്രിയേൽ ചെന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അവളോടൊരു സന്തോഷ വാർത്ത പറഞ്ഞു. അതേറ്റെടുത്ത് അവൾ പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതേറ്റെടുത്ത് അവൾ പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 1:18. ആരും അറിയാത്തവൾ, ഹല്ലേലൂയ, ആ കുടുംബ പേരില്ലാത്തവളുടെ അടുക്കൽ ദൂതൻ പറഞ്ഞതനുസരിച്ച് അവളുടെ ജീവിതത്തിൽ ഒരു കൺഫർമേഷൻ വരികയാണ്. നിങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സൂമിൽ ശ്രദ്ധിക്കുന്നതിലൂടെ അവൾ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ? 2 പ്രാവശ്യം കൺഫർമേഷൻ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരുമിച്ച് ആ വാക്യത്തിലേക്ക് വരുമോ? 1:48 വാക്യം. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ വേഗത്തിൽ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു പോയാൽ ഒത്തിരി സമയമെടുക്കേണ്ടി വരും. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 1:48. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും കൈമാറ്റം എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, ദൂതൻ പറഞ്ഞത് വിശ്വസിച്ച് കാണും കേട്ടോ. പക്ഷെ ദൂതൻ പോകുന്നതിന് മുമ്പേ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയില്ലേ എലിസബത്ത്, ഒരു രീതിയിലും കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞേ, അവൾക്ക് ഇത് 6ാം മാസമാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൾ ബന്ധപ്പെട്ട് ആ മലനാട്ടിൽ ചെന്നു. മലനാട്ടിൽ ചെന്ന് ആ വാതിൽ തട്ടി തുറന്ന ആ സമയത്ത് എലിസബത്ത് ഇവരും തമ്മിൽ കൂട്ടിമുട്ടി. അവളുടെ മേളിൽ ആത്മാവ് വന്നു. അവൾ പറയുന്ന പദങ്ങൾ നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. ആ പദങ്ങളൊന്ന് വായിക്കുമോ പാസേ? ഹല്ലേലൂയ. 43-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഈ 42, 43 വാക്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. 42 കൂടെ ഒന്ന് വായിച്ചോ പാസേ? 42 എലിസബത്ത്. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. നിങ്ങൾ നോക്കേ, ഇവക്ക് ഇപ്പോൾ ഈ കന്യകയ്ക്ക് ഒരു ഭയങ്കര കൺഫർമേഷൻ വരിക. അതാണ് നമ്മുടെ ഈ മീറ്റിംഗ്. നിങ്ങളുടെ തലയിലോട്ട് ചില ദൈവാസന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളെ കൈവച്ചിട്ട് ദൂത് പറഞ്ഞില്ലേ, അതൊരു കൺഫർമേഷനാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇതാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. കേട്ടത് നിന്റെ ചെവി കൊണ്ട് വീണ്ടും കേൾക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ രാവിലെ കേട്ടോ, ഇന്നു മുതൽ നീ ഒരു ഭാഗ്യം ലഭിച്ചവളായി മാറാൻ പോകുകയാണ്. ഇന്നു മുതൽ നിന്റെ വീട്ടിനകത്ത് നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഇന്നു മുതൽ നീ ഒരു സന്തോഷമുള്ളവളായി മാറാൻ പോകുകയാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറഞ്ഞ്, കർത്താവേ, ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു വ്യത്യാസം കൊണ്ടുവരണമേ. ഒന്ന് കര ഉയർത്തി. സൂമിൽ ശ്രദ്ധിക്കുന്നവർ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് ഇന്നത്തെ ദിവസം ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്ക. ഇന്നത്തെ ദിവസം നിനക്ക് വ്യത്യാസം വരുന്നു. നിങ്ങൾക്കറിയാവോ, ക്രൂശിൽ 2 കള്ളന്മാരും കൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ വലതോ ഇടതോ. മോനിസിവർ പറയുന്നത് പോലെ, ഏത് കള്ളനാ ഞാനെന്ന് അറിയത്തില്ല വാസ എന്ന് പറയുന്നത് പോലെ. അറിയോ? ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിക്കാവോ. ഏതാണെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഒരാൾ കർത്താവിനോട് പറഞ്ഞു, നീ പർദീസ് എന്നെ കൂടെ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ നിന്ന് വായിക്കൂ വാസേ. അറിയാം, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കുമോ? അറിയാം, 42-43 വാക്യങ്ങൾ.
ഹല്ലേലൂയ. യേശു അവനോട് പറയുന്നൊരു പദമുണ്ട് കേട്ടോ. ഇന്ന് ഇതുവരെ എല്ലാം വിഷമവും തീർന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ആരാധനയിൽ, ഈ മഹത്വം ഇറങ്ങി നിൽക്കുന്ന ആരാധനയിൽ മണിക്കൂറുകൾ ദൈവദൂതന്മാർ ഇതിനകത്ത് നിൽക്കുന്നിടത്ത് നീ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് നിന്റെ എല്ലാ ഭാരവും ഇറക്കി വെച്ച്, ഇതാ രക്ഷ, ഇതാ ഏറ്റുപറച്ചില്ല. കർത്താവേ, നിനക്ക് എന്നോട് കരുണ തോന്നണമേ, നിനക്ക് എന്നോട് മനസ്സലിവ് തോന്നണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് തുടരണമേ. അങ്ങനെ അറിയാം, മരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നതിനകത്ത് കാണാം, തീരാൻ പോകുന്നത് പറഞ്ഞു വരുന്നതിനകത്ത് കാണാം, എല്ലാം തകർന്നു വാസേ എൻ്റെ കുടുംബം പോയി എന്ന് പറയുന്നതിനകത്ത് കാണാം. പക്ഷെ നീ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് കർത്താവിനോട് പറയുക, ഹല്ലേലൂയ. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പിടിച്ചെന്ന് പറയാമോ എന്ന് പറഞ്ഞ മരണം മാറി അന്ന് തന്നെ അവൻ നിത്യജീവൻ പ്രാപിക്കുക. അന്ന് തന്നെ അവൻ മരണത്തിൽ നിന്ന് നൊടിയിടകളുള്ളിൽ പരദീസിലേക്ക് കയറിയ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. ഇന്ന് നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, നീ കരുണയിൽ സമ്പന്നനാണല്ലോ, ഒന്ന് ഉള്ള നുറങ്ങി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. ജോനാഥൻ എൻ്റെ കൂടെ ചേർന്ന് അറിയോ, ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. എൻ്റെ അറിയ ജീവിതത്തിൽ ഈ 72 മണിക്കൂർ വലിയ അനുഗ്രഹം കേട്ടോ. രണ്ടാമത്തെ 72 മണിക്കൂർ ജോനാഥനെ തൊട്ട മണിക്കൂറുകളായിരുന്നു ഒരു വെളുപ്പിനെ. അറിയ, ഇന്ന് അവൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റിയില്ല. അറിയ, 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൂമിൽ അവൻ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാവൂലെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം ഒരുത്തന്റെ മേലിൽ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തീകരിക്കാൻ ഇറങ്ങി വരും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാമോ? വാഗ്ദത്തത്തിന്റെ സമയമാണിത്. അങ്ങ് കര ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഉയർത്തിപ്പിടിച്ചോ. കാട്ടിൽ കിടക്കുന്നവനെ അവൻ രാജാവാക്കി മാറ്റും, ഇടയനെ രാജാവാക്കും. അറിയ, യാക്കോബിനെ അവൻ ഇസ്രായേലാക്കി മാറ്റും. ഇന്നുകൊണ്ട് ആരുടെ പേര് മാറാൻ പോവുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഞാൻ ആത്മാവിൽ ഈ ജനത്തെ നോക്കി പ്രവചിക്കുകയാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിന്റെ വീട് ഒരു സ്വർഗമാകാൻ പോകുകയാണ്. നിന്റെ വീട്ടിലെ കരച്ചിലുകൾ നിൽക്കാൻ പോകുകയാണ്. നിന്റെ നിന്ന മാറിപ്പോകാൻ പോകുന്നു. കാരണം നീ വാഗ്ദത്തത്തിനകത്താണ് നിൽക്കുന്നത്. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് ഒരുമിച്ച് പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരം ഉയർത്തി. ആ ഒറ്റ രാത്രിയിൽ യാക്കോബ് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഈ 72 മണിക്കൂറിൽ ആരെങ്കിലും ദൈവത്തോട് പറയുമോ, ഈ വാതിൽ തുറന്നിറങ്ങുന്നതിന് മുമ്പേ എന്റെ പേര് മാറണം, എന്റെ ജീവിതം മാറണം? ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇതുവരെ നീ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി പ്രശ്നങ്ങളായിരിക്കാം, ഇതുവരെ നീ ഭയന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈമാറ്റം നിന്നോട് പറയുന്നു. ഇന്നു മുതൽ ഉടമ്പടി പറഞ്ഞവർ നിന്റെ കൂടെ നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ ക്രൂശിൽ ഇനി മരണമല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വാക്കാണ്, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് കാണണമേ എന്ന് പറഞ്ഞപ്പോൾ അവസാന മിനിറ്റിൽ അവൻ പറയുന്നു, ഇന്ന് നീ പരദീസായി. ജീവിതത്തെ പിടിച്ചു തിരിക്കുന്ന ചില വാക്കുകൾ പൊങ്ങി വരട്ടെ, ജീവിതത്തെ പിടിച്ചു തിരിക്കുന്ന ചില സമർപ്പണങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ആര് സമർപ്പിച്ചില്ലല്ലോ. ഈ 72 മണിക്കൂറിൽ അവസാന മിനിറ്റിൽ ഞാൻ ഈ പുസ്തകത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്നു മുതൽ എന്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. ഇന്നു മുതൽ ഞാൻ ദൈവത്തോട് അധികം അടുക്കും. കാരണം ഈ മണിക്കൂറുകളിൽ മഹത്വത്തിന്റെ തലമാണ്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. കൈമാറ്റം എന്തെന്ന്
ഇതിനകത്ത് നിൽക്കുന്നവർ കാണാൻ പോകുകയാണ്. ഞാൻ ഇന്നലെ ജോബിൻ പാസ്റ്ററിനോട് പറഞ്ഞു, പെട്ടി റെഡിയാക്കിക്കോ, ഈ 72 മണിക്കൂർ രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുന്നു. ആത്മാവിൽ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. സൂമിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. നിന്റെ പട്ടണത്തിൽ ഈ 72 മണിക്കൂർ നടക്കാൻ പോകുന്നു. കരം ഉയർത്തി പിടിച്ചു നീ അതിന്റെ സാക്ഷിയാകുന്നു. ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കരം ഉയർത്തിക്കോ. ഈ മീറ്റിംഗിനകത്ത് ഒരു ശബ്ദം നിന്റെ മേലിൽ വന്ന് വീഴാൻ പോകുന്നു. തീർന്നെന്നല്ല, അവസാനിച്ചെന്നല്ല, ഇന്നു മുതൽ നിനക്ക് ചിലത് തുറക്കാൻ പോകുന്നു. ഇന്നു മുതൽ ദൈവത്തിന്റെ വലിപ്പം നീ കാണാൻ പോകുന്നു. അതിശ്രേഷ്ഠൻ ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്റെ കൂടെ ചേർന്നുകൊണ്ട് ആ വാക്യത്തിലേക്ക് യെശയ്യാവ് 59 അധ്യായം അതിന്റെ 21 വാക്യത്തിലേക്ക് വരികയാണ്. 51, 21 വാക്യം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ കുറിവാക്യം നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കും. ഒരുമിച്ചൊന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ മുഴുവൻ സ്വീകരിക്കണമേ. ഒരുമിച്ച് സ്വീകരിക്കാൻ പറ്റുന്നവർ മുഴുവൻ ഹല്ലേലൂയ വാക്യത്തിനകത്തേക്ക്. ഹല്ലേലൂയ. എൻ്റെ കൂടെ കരം ഉയർത്തിപ്പിടിച്ച യെശയ്യാവ് 51 21 വാക്യം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്നലെ രാത്രി വന്ന പാസ് ചോദിച്ച സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഇതിനകത്ത് എത്ര പേരെ തലമുറകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഒത്തിരി പേര് കരം പൊക്കത്തില്ല. കരം ഉയർത്തിപ്പിടിച്ച് വാക്യത്തെ, അന്നേരം ഈ വാക്യത്തെ ഞാൻ തപ്പിപ്പിടിക്കുന്നതാണ്. ഇന്ന് നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വാക്തത്വം നിന്നോട് പറയുന്നു, എൻ്റെ വചനവും എൻ്റെ ആത്മാവും നിന്റെയും നിന്റെ തലമുറയുടെയും അധരത്തിലോട്ട് ഞാൻ കൈമാറാൻ പോകുകയാണ്. ഇന്നു മുതൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഈ മാർച്ച് മാസം ഇതിനകത്ത് നിൽക്കുന്ന തലമുറകൾ നിങ്ങളെക്കാൾ മുമ്പേ ഈ ആരാധനയ്ക്ക് വരണം. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ അതിനു വേണ്ടി ഹരിയ ഇന്ന് മുതൽ ഹരിയ എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ശുപാസനെ വിളിക്കണം. എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയ്യോ ആ പാസനെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയല്ല. എൻ്റെ ഭാര്യയെ വിളിക്കണം, ശുപാസനെ വിളിക്കണം, മോൻസിവറിനെ വിളിക്കണം, ശിവംബ്രനെ വിളിക്കണം. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാവോ? ഹല്ലേലൂയ. ഹരിയ ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരണം. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഇന്നു മുതൽ അറിയാം എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ ആത്മാവും എൻ്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ തലമുറയുടെ മേളിൽ നിന്നും മാറിപ്പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് ഇന്നു മുതൽ നിന്റെ വീടൊരു അത്ഭുതമാകാൻ പോകുകയാണ്. ഇന്നു മുതൽ നിന്റെ വീടൊരു ഐശ്വര്യമാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മുഴുവൻ ആ കരം ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കുക. ഇന്ന് നീ കാണാൻ പോകുന്നത് അതാണ്. ഈ ഐശ്വര്യപ്പെട്ട സമയത്ത് കരം ഉയർത്തിപ്പിടിച്ചവർ എൻ്റെ തലമുറയെ ദൈവം സ്പർശിക്കണമേ. നടക്കും കേട്ടോ, നടക്കുമെന്ന് ഇത്ര ഉറപ്പെന്താണെന്നറിയാവോ? വെള്ളിയാഴ്ച കോടതി ഡൈവേഴ്സ് പറഞ്ഞ മനുഷ്യൻ ഇവിടെ വൈകിട്ട് വന്നപ്പോൾ ഭാര്യ വന്ന് തിരിച്ചു വിളിച്ചു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞെങ്കിൽ എന്ത് ദൈവത്തിന് ചെയ്യാൻ പറ്റും? എന്ത് ദൈവത്തിന് ചെയ്യാൻ പറ്റും? എന്ത് ദൈവത്തിന് ചെയ്യാൻ പറ്റും? 10 വർഷമായി കല്യാണം കഴിഞ്ഞ് 8 വർഷം ഒരുമിച്ച് താമസിച്ചു, 2 വർഷം മാറി താമസിച്ചവർ ഇതാ ഒരുമിച്ച് ജീവിക്കുന്ന ദിവസമായത്. ഒന്ന് ഒരുമിച്ചൊന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അവൻ വലിയവനാണ്, അവൻ എന്തും ചെയ്യാൻ പറ്റും.
ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് കൊലക്കുറ്റത്തിന് കോടതി വിധിച്ചവൻ ഇവിടെ കൈ ഉയർത്തിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും? ഒന്ന് കര ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? കര ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഇതുവരെയും അനുഗ്രഹം കണ്ടിട്ടില്ല, ഇതുവരെ വിടുതൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ യഹോവ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് കര ഉയർത്തിപ്പിടിച്ച് പറയും, കർത്താവേ ഈ കൈമാറ്റത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. ഈ വചനങ്ങൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന് മേലും വരണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ എല്ലാവരും എന്നെ ഭാഗ്യവാനെന്ന് വിളിക്കാൻ തുടങ്ങും. ശപിക്കപ്പെട്ടവനെന്നല്ല, രോഗിയെന്നല്ല, പ്രശ്നക്കാരനെന്നല്ല, നീ സഭയുടെ അനുഗ്രഹം എന്ന് വിളിക്കും. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് നീ സഭയുടെ അനുഗ്രഹം എന്ന് വിളിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ ഈ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് അത് ഡിക്ലെയർ ചെയ്യാണ്. ഇന്ന് മുതൽ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കുക. അത് ദൂതൻ ടേക്ക് ഓവർ ചെയ്യാണ്. നിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന പോരാട്ടത്തിന്റെ ഇരുട്ടിന്റെ ഡീമനുകളില്ലേ, അത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതാ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാർ ഇതാ മഹത്വത്തിന്റെ റൂലത്തിൽ ഈ ആരാധനയിൽ ഇറങ്ങി വരികയാണ്. ഓരോ കുടുംബങ്ങളിലേക്കും ദൂതന്മാർ പ്രവേശിക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്കും ദൂതന്മാർ പ്രവേശിക്കുക. ആരെങ്കിലും എന്റെ കൂടെ ചേർന്നൊന്ന് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ചില ഭവനങ്ങളിൽ മദ്യപാനം ഇന്ന് ക്ലോസ് ആകും. മദ്യപാനം ഒരു വീട്ടിൽ കയറിയാലാണ് ദുർനടപ്പ് വരുന്നത്. ഇത് വചനമാട്ടോ. അറിയാം, നീ ശ്രദ്ധിച്ചോ. നിന്റെ വീട്ടിൽ ദുർനടപ്പുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ ദുർനടപ്പിനെയല്ല നീ ബ്രേക്ക് ആ മദ്യപാനത്തിന്റെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്കായാൽ ചിലത് ഇപ്പോൾ അവസാനിക്കും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹത്വത്തിൽ ഏൽപ്പിക്കുക. 3 കുടുംബത്തിന് വേണ്ടി അത് ക്യാൻസൽ ആകുകയാണ്. ദൂതന്മാർ അത് ഏറ്റെടുക്കുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇനി നീ പോരാട്ടമെന്നോ വിഷയമൊന്നല്ല പറയുന്നത്. അതിന് മുകളിൽ ഞാൻ പറയുന്നു, വീണ ചില ദൂതന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ സ്റ്റാർ വീണ അപ്പോയിന്റ് ചെയ്ത ദൂതന്മാർ ഇതാ നിന്റെ വീട്ടിനകത്ത് ചലിക്കുന്നു. ആ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഉടമന മനഘടക ശന്ധന മനഘടക. ഞാനിങ്ങനെ ആത്മാവിൽ വിളിച്ചു പറയും, ഒരു പിശാചു ഇന്നുവരെ ഞാൻ പറഞ്ഞില്ല സൈന്യം ഉള്ളത്. പക്ഷെ എന്റെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ ദൈവമാണ്. ഇതാ സൈന്യം ഇറങ്ങുന്നു ഈ പട്ടണത്തിൽ. വീടുകളിൽ സമാധാനം ഉണ്ടാക്കാൻ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങുന്നു. ഒന്ന് സ്വീകരിക്കുക. നിന്റെ ജീവിതത്തെ, നിന്റെ ജോലിയെ മാനിക്കാൻ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങുന്നു. ഒന്ന് മഹത്വത്തിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ഈ 72 മണിക്കൂറിൽ ഇന്നത്തെ ദിവസം ഒരു കൈമാറ്റം എന്റെ ജീവിതത്തിൽ സന്തോഷം എന്നെ കേൾപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒറ്റ പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പാസേ, ഹഗായി പ്രവചനം 2:19 ഒന്നുള്ളത് വായിച്ചോ. നിന്റെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ കൈ കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയല്ല ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ടുകൾ എഴുന്നേക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുക പിടിച്ചോ. ഇന്നു മുതൽ നിന്റെ കൈയുടെ അധ്വാനമൊന്നുമല്ല കേട്ടോ. സദൃശവാക്യക്കാരൻ പറയുന്ന ഒരു പദമുണ്ട്, എന്താണെന്ന് അറിയാം? 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് വരാൻ പോകുകയാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ, അവന്റെ അനുഗ്രഹം നിന്റെ മേളിൽ വന്നാൽ ഒന്നാമത് സംഭവിക്കുന്നത്, ഈ ദരിദ്രൻ കുപ്പയിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവന്റെ ഇരിപ്പിടം രാജാക്കന്മാരോടായി തീരും. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുകയാണ്. ആ അനുഗ്രഹം ഇതാ നിന്റെ വീട്ടിൽ കയറാൻ പോകുന്നു. അറിയാം, ബാക്കി വായിച്ച മാസം ഹഗായി 2:19 കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും
ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഒന്ന് കര ഇന്നു ഉയർത്തി മുതൽ പിടിച്ച് ഞാൻ നടക്കുന്നില്ലല്ലോ എന്നുള്ളതാ ഇന്നലെ വരെയുള്ള ചോദ്യം. പക്ഷെ ഇന്നു മുതൽ ഒന്ന് കര ഉയർത്തി പിടിച്ചു പറ, ഇന്നു മുതൽ അറിയാം, നിന്റെ അധ്വാനമല്ല, യഹോവയുടെ അനുഗ്രഹം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഒന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോ. ഇന്നു മുതൽ ഇവരുടെ കൈകൾ ശൂന്യമാകത്തില്ല, ഇവരുടെ വീടുകൾ ശൂന്യമാകത്തില്ല. ഇതാ ഏലിയാവിന്റെ ദൈവം നിന്റെ ഭവനത്തിലെ അല്പമെന്നുള്ള സീസണെ മാറ്റുകയാണ്. കാവിഞ്ഞൊഴുക്ക് അത് വെളിപ്പെട്ട് വരട്ടെ, അത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഇവർ കടം വാങ്ങിക്കുന്നവരല്ല, ഇന്നു മുതൽ ഇവർ കടം കൊടുക്കുന്നവരാണ്, കടം കൊടുക്കുന്നവരാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവോ? ഞാൻ ഇപ്പൊ പബ്ലിക് പറയത്തില്ല സാക്ഷ്യം. കഥാവരുത്ത അടുത്ത മീറ്റിങ്ങിന് എൻ്റെ 2.5 വർഷത്തെ പ്രാർത്ഥനയുടെ സാക്ഷ്യമായിട്ട് വരും. ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. പക്ഷേ ഒന്നുകൂടെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരാനുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരുന്ന കഥാവത് ചെയ്തത്, ആ വ്യാഴാഴ്ച ദിവസം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാ. ഹല്ലേലൂയ. ശത്രു 2027 മാർച്ച് മാസം 2020 മാർച്ചിൽ അടച്ചതിനെ കർത്താവ് കഴിഞ്ഞ വ്യാഴാഴ്ച തുറന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കുടമനക ശബ്ദരമനക അത് പ്രൂഫായിട്ടേ വരത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എന്നാലും അറിയുക, പ്രൂഫ് വേണമല്ലോ. അറിയുക, ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പബ്ലിക്ക് തൊടാത്തത്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. അറിയുക, നമ്മുടെ ഹോളുകൾ പറ്റാതാകും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിച്ചോ. കർത്താവ് നിന്നെ വിശ്വസ്തനെ നിന്നാൻ പോകുകയാണ്. എനിക്ക് മനസ്സിലായ രഹസ്യം പറയുന്നു, 1000 വിഷയങ്ങൾ എനിക്ക് പ്രാർത്ഥനയില്ല, ഒറ്റ വിഷയം, നിന്റെ മഹത്വം കാണണം, നിന്റെ മനോഹരത്വം അനുഭവിക്കണം. ഞാൻ വിളിക്കുന്ന ദൈവത്തിന്റെ ബ്യൂട്ടി എന്താണെന്ന് എനിക്കറിയണം. വിഗ്രഹങ്ങൾക്ക് അവൻ മഹത്വം കൊടുക്കത്തില്ല, ആഭിചാരങ്ങൾക്കോ മന്ത്രവാദിക്കോ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ എൻ്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞവൻ ഇതാ നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് തരാം. അപ്പൻ മക്കൾക്കത് കൈമാറുന്നു. മഹത്വം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തി ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും കൂടെ, കർത്താവേ, ഞാൻ ഈ മക്കളെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. അടിപറ സ്വീകരിച്ചോ. സൂമിനകത്ത് നിൽക്കുന്ന മുഴുവൻ പേരും ഏൽപ്പിച്ചോ. കർത്താവേ, ഇവർ മഹത്വം കണ്ട സാക്ഷികളായി തീരട്ടെ, ഇവർ മഹത്വം കണ്ട സാക്ഷികളായി തീരട്ടെ. ഇന്നിവരുടെ ജീവിതത്തിനകത്ത് മെലീസസെ സ്വീകരിച്ചോണം കേട്ടോ. ഇപ്പം ആ ചൊറിച്ചിൽ മാറും. ഇപ്പോൾ ആ പ്രശ്നം ഇന്നലത്തെ മുതൽ അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അറിയാം ഡോളിസസെ, അറിയാം ഈ 1.5 മാസം നിങ്ങൾ ഭയങ്കര നന്മ കാണും. ഒരുമിച്ച് ദിനസസെ, ഇന്ന് മുതൽ നീ കരയത്തില്ല കേട്ടോ, നീ ചിരിക്കാൻ പോവുകയാണ്. കർത്താവ് അത്ഭുതമാക്കുന്നു. എലിസബത്ത് അമേരിക്കയിൽ നിന്ന് അറിയാം, ആ തലയിലോട്ട് കൈവച്ചിട്ട് പറയും, ഇന്ന് മുതൽ സൗഖ്യമായി, ഇനി ഞാൻ മരുന്ന് പോലും പോകത്തില്ല. കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കരം അതിനകത്ത് വെളിപ്പെട്ടു. ജോബി പറേ, ഈ 72 മണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ ഭാഗമാണ് എങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്നു മുതൽ പുതിയത് ചിലത് വെളിപ്പെട്ടിരിക്കും, പുതിയത് ചിലത് വെളിപ്പെട്ടിരിക്കും. ജോൺ സമ്മറിനെ ഏൽപ്പിക്കുന്നു, ക്ലീറ്റസിനെ ഏൽപ്പിക്കുന്നു. അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വർഗീസ് ആലുവായി ഏൽപ്പിക്കുന്നു. അറിയാം, കർത്താവെ ലതാ മേമലെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഒരുമിച്ച് ഈ ജനത്തെ, സൂമിൽ നിൽക്കുന്നവരെ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. സുലോചന, അറിയാം ഗോഡ്വിൻ കാനഡ, അറിയാം ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ബിന്ദു ബോംബെ, അറിയാം ജയച്ച്, ഓരോ മക്കളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അറിയാം ബാംഗ്ലൂരിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ബ്രദർ, അറിയാം ഒരുമിച്ച് ഞാൻ നിങ്ങൾ ആശാ കുര്യൻ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പറയാമോ, ഇതൊരു കൈമാറ്റത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. റോസി ജോൺ, അറിയാം ദൈവം ഇന്നു മുതൽ നിന്നെ മാനിക്കാൻ പോകുകയാണ്. ഇന്നു മുതൽ നിനക്ക് പുതിയത് ചിലത് വെളിപ്പെട്ടിരിക്കും. മത്സമ, അറിയാം കുവൈറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആ രോഗമില്ലെന്ന് പറയണം കേട്ടോ. സസേ, കർത്താവ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ഞാൻ ഈ സൂമിൽ നിൽക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ. ഒരിക്കൽ കൂടെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ?